എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വരാൻ പോകുന്ന ആഴ്ചയിൽ ഒരു അപ്കമിങ് റിവ്യൂ കേൾക്കാം. അങ്ങനെ നമ്മുടെ വേദ 5 വർഷത്തിന് ശേഷം നാട്ടിലോട്ട് തിരിച്ചു വരികയാണ്. മകളെയും കൂട്ടിക്കൊണ്ട് വരുന്നത് നമ്മുടെ മാഷിൻ്റെയും കമലമ്മയുടെയും വീട്ടിലോട്ടാണ്. വേദയെ കാണുന്നതും അവർ വളരെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ സർപ്രൈസ് ഒരു വിസിറ്റാണ് വേദയുടേത്. അങ്ങനെ വേദയെ കാണുന്നതും കമലമ്മയും മാഷും കൂടി ഓടി ചെല്ലുന്നുണ്ട്. കമല ചോദിക്കുന്നുണ്ട്, എവിടെ ആയിരുന്നു മോളെ നീ ഇത്രയും വർഷവും? നിന്നെ എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷണം എന്നറിയാവോ? എന്നും നിൻ്റെ അച്ഛനെ ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കും. ആ സമയത്ത് ജഡ്ജി സാറിന് പോലും അറിയത്തില്ല നീ എവിടെ ആയിരുന്നുള്ള കാര്യം. പറ മോളെ, നീ എവിടെ ആയിരുന്നു? ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്ന് പറയും. അങ്ങനെ വേദ നടന്ന കാര്യങ്ങളെല്ലാം മാഷിനോടും കമലയോടും പറയുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇടുക്കി രാജാക്കാടുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അവിടെ വെച്ചാണ് അനിയൻകുട്ടൻ്റെ മരണം സംഭവിച്ചത്. അതിനുശേഷം ആ മരണത്തിന് ഉത്തരവാദി എൻ്റെ ചേട്ടൻ ശ്രീകാന്തായിരുന്നു. അതിനുശേഷം ചന്ദ്രശേഖരൻ അങ്കിളിനെയും അയാൾ കൊന്നു. അതിനുശേഷം ആ കുറ്റം എൻ്റെ വിക്രത്തിൻ്റെ നിലയിട്ടു. അയാൾ തന്നെ അതിന് തെളിവുകളും ഹാജരാക്കി. ദർശൻ്റെ അടുത്ത് ഞാൻ വിക്രത്തെ രക്ഷിക്കണമെന്ന് പറയാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അയാൾ ദർശനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിക്രത്തിനെതിരെയാക്കി. ദർശൻ പോലും വിക്രത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പം മാഷും പറയും, ശരിയാ, ദർശനെ കൂടി ആ ശ്രീകാന്ത് അവൻ്റെ പക്ഷം ചേർത്തെന്ന് പറയും. എന്നാൽ അവനിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ലെന്ന് കമലയും വേദയോട് പറയുന്നുണ്ട്. വിക്രം എന്ന് ഇറങ്ങും അച്ഛാന്ന് ചോദിക്കും. വിക്രത്തിന് 6 വർഷം കഴിഞ്ഞില്ലേ മോളെ? എത്രയും പെട്ടെന്ന് തന്നെ വിക്രം ജയിലിൽ നിന്ന് പുറത്ത് വരും. എപ്പോഴും ഞങ്ങൾ വിക്രത്തിനെ കാണാൻ പോകുമ്പം അവൻ ഒരേ ഒരു ചോദ്യം മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാറുള്ളൂ, നീ എവിടാന്നുള്ള ചോദ്യം. പക്ഷെ നിന്നെക്കുറിച്ച് ഒരു വിവരം ഞങ്ങൾക്ക് ഇല്ലായിരുന്നല്ലോ മോളെ, നീ ഇത്രയും നാൾ എവിടെ ആയിരുന്നു ചോദിക്കും. അത് അച്ഛാ, ഞാൻ അന്നത്തെ സംഭവത്തിന് ശേഷം ഞാൻ നേരെ പോയത് ബോംബെയിലേക്കാണ്. അവിടുന്ന് നേരെ ആന്ധ്രാപ്രദേശിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ് കളക്ടറായിട്ട്. ബോംബെയിൽ വെച്ച് എനിക്കൊരു കൂട്ടുകാരി കിട്ടിയായിരുന്നു. അവളാണ് എൻ്റെ തുടർന്നുള്ള പഠിത്തത്തിനും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത്, താമസിക്കാനുള്ള സൗകര്യമെല്ലാം ചെയ്തു തന്നത്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. എനിക്ക് എൻ്റെ വിക്രത്തെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണം. കേവലം ഒരു വക്കീലായിരുന്നുകൊണ്ട് മാത്രം എനിക്കതിന് സാധിക്കത്തില്ല. എനിക്ക് ഉയർന്ന വിദ്യാഭ്യാസവും നല്ല പൊസിഷനിലുള്ളൊരു ജോലിയും ഉണ്ടാവണമെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളൊന്നും കരുതുന്ന കണക്ക് ഞാനിപ്പം പഴയ അഡ്വക്കേറ്റ് വേദയല്ല, ഞാനിപ്പം സബ് കളക്ടർ വേദയാണെന്ന് പറയും. കളക്ടറോ എന്ന് നമ്മുടെ കമല ചോദിക്കും. അതേ അമ്മേ, എനിക്ക് കേരളത്തിലോട്ട് പോസ്റ്റിംഗ് ആയിരിക്കുകയാണ്. ഞാൻ ആന്ധ്രാപ്രദേശിൽ കളക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് കേരളത്തിലോട്ട് ട്രാൻസ്ഫർ ആയിരിക്കുകയെന്ന് പറയും. എനിക്ക് വിക്രത്തെ ജയിലിൽ നിന്ന് ഇറക്കാൻ എനിക്ക് ഇന്ന് സാധിക്കും. എൻ്റെ പൊസിഷൻ ഉപയോഗിച്ച് ഞാൻ വിക്രത്തിന് എന്ത് സഹായവും ഞാൻ ചെയ്തു കൊടുക്കും. എൻ്റെ വിക്രത്തിനെ കള്ളക്കേസിൽ കുടുക്കിയവർക്കെതിരെ, അതെൻ്റെ സ്വന്തം ചേട്ടനായ പോലും ഞാൻ അയാൾക്കെതിരെ വേണ്ട എല്ലാ തെളിവുകളും ഞാൻ ശേഖരിക്കും. ദർശനെ കണ്ട് എല്ലാ കാര്യങ്ങളും പറയണം. ദർശൻ്റെ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. ദർശനെ നമ്മുടെ കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ എനിക്ക് വിക്രത്തെ പുറത്തിറക്കാൻ സാധിക്കൂ എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്കും മാഷിനും വലിയ സന്തോഷമാകും. കാരണം അവർ പ്രതീക്ഷ കണക്ക് വേദ നല്ല ഒരു ഉയർന്ന പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. മാഷിന് അന്നേ നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. വേദ നല്ല ധൈര്യമുള്ള കുട്ടിയാണ്, അവൾ എവിടെ ചെന്നാലും നല്ല സുരക്ഷിതമായിരിക്കുമെന്ന് വിക്രത്തിനോട് ജയിലിൽ ചെന്ന സമയത്ത് തന്നെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാറിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങി വരികയാണ്. ആ കുട്ടിയെ കാണുന്നതും വിക്രവും വേദ മാഷ് കമലയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കമല പറയും, വിക്രത്തിനും മോൾക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതേ പ്രായം ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് വേദ ഇങ്ങനെ കമലയെ നോക്കുകയാണ്. അതിനുശേഷം മോളുടെ അടുത്തോട്ട് പറയും, മോളെ, അമ്മ പറഞ്ഞില്ലേ മോൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടെന്ന്. ആ നിൽക്കുന്നതാണ് മോളുടെ അച്ഛൻ്റെ അമ്മ എന്ന് പറയും. മുത്തശ്ശി, അത് മുത്തശ്ശൻ എന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും, ഇത് ആരുടെ കുട്ടിയാണ് മോളെ? അത് ചോദിക്കും. ഇത് ശ്രീകാന്തിൻ്റെ കുഞ്ഞാണോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് പറയും, അല്ല, ഇത് എൻ്റെ വിക്രത്തിൻ്റെ കുഞ്ഞാന്ന് പറയും. വിക്രത്തിൻ്റെ മകളോ? അതേ അമ്മേ. ഉടനെ ആ സമയത്ത് നമ്മുടെ ശ്രീജയും നന്ദിനിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ആ സമയത്ത് നന്ദിനി ചോദിക്കും, വിക്രത്തിൻ്റെ മകളോ? അതിന് നീ ഇവിടുന്ന് പോകുന്ന സമയത്ത് നീ ഗർഭിണി അല്ലായിരുന്നല്ലോ, അപ്പോൾ നീ തിരിച്ചു വന്നപ്പോൾ നിനക്കൊരു കുഞ്ഞോ? അപ്പോഴത്തേക്ക് നമ്മുടെ വേദ പറയും, നന്ദിനിയേട്ടത്തി, ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ 3 മാസം ഗർഭിണിയായിരുന്നു. അതിനുശേഷം എൻ്റെ കുഞ്ഞിനെയും കൂടി രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ മാറി നിന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനും എൻ്റെ തുടർന്നുള്ള പഠനത്തിനുമൊക്കെ എനിക്ക് സഹായകമായി എന്ന് പറയും. അപ്പോഴത്തേക്ക് മാഷ് ഓടി വരും. എനിക്ക് കുഞ്ഞിനെ കണ്ടപ്പോഴേ തോന്നി വിക്രത്തിൻ്റെ നല്ല മുഖച്ഛായയുണ്ട്. മാഷും കമലയും കൂടി ചേർന്ന് കുഞ്ഞിനെ അങ്ങ് വാരി പുണരുകയാണ്. കാരണം എൻ്റെ വിക്രത്തിൻ്റെ കുഞ്ഞ്, എനിക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോഴേ ഒരു ആത്മബന്ധം തോന്നിയെന്ന് മാഷ് വേദയോട് പറയുന്നുണ്ട്. മോളെ, ഇനി നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഇനി നിങ്ങൾ എങ്ങോട്ടും പോകരുത്. വിക്രം വരുമ്പോൾ നിങ്ങൾ ഇവിടെ വേണമെന്ന് പറയും. അതേ അച്ഛാ, ഞങ്ങൾ ഇനി ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് വിക്രത്തിനെ പോയി കാണണം. കണ്ടിട്ട് വിക്രത്തിനെ കേസിൽ നിന്ന്
രക്ഷപ്പെടുത്താനുള്ള എല്ലാ കാര്യവും ചെയ്യണം. എനിക്ക് ദർശനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്നൊക്കെ പറയും. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത്, നിങ്ങൾക്ക് സഹായത്തിന് ആരെങ്കിലും ഉണ്ടെച്ചാൽ എനിക്ക് ബോംബെ വെച്ച് സഹായത്തിനൊരു ആയ ഉണ്ടായിരുന്നു. മോളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളായിരുന്നു. വിജി എന്നാണ് അവളുടെ പേര്. അവളും കൂടി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് തിരിച്ചു പോകണം. പോയതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ, കേസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പോകുന്നു. വിക്രത്തിനെയും കൂട്ടി ഞങ്ങൾ തിരിച്ചു വരും. ഇവിടെ തന്നെ താമസിക്കും, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ. എൻ്റെ കുഞ്ഞിന് ഇത്രയും നാളും നിഷേധിക്കപ്പെട്ട എല്ലാ സ്നേഹവും സുരക്ഷിതത്വം അവൾക്ക് നൽകണം. അതുപോലെ അവൾക്ക് കിട്ടാനുള്ള എല്ലാ സമ്പത്തുകളും, എൻ്റെ ചേട്ടൻ കൈയടക്കി വെച്ചിരിക്കുന്ന കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ സമ്പത്തും എൻ്റെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കണം. ഇനി അതിനുവേണ്ടിയായിരിക്കും എൻ്റെ പോരാട്ടം എന്നൊക്കെ നമ്മുടെ വേദ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന പ്രവർത്തനം സീസൺ 2-ൽ ഇങ്ങനത്തെ ഒരു എപ്പിസോഡും കൂടി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.